അപ്പോൾ റീയൂണിയൻ്റെ എല്ലാം തയ്യാറായി, ഡോക്യുമെൻ്ററി ഒക്കെ റെഡിയായി. അപ്പോൾ അതിന് മുമ്പേ ഈ റീയൂണിയനിൽ വിളിക്കുന്ന ഗസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് ഒറ്റയ്ക്ക് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ഞാൻ ഒരു ഐഡിയ മുമ്പോട്ട് വെച്ചു. ഞാൻ കമാൻഡ് ചെയ്തിരുന്ന കാർഗിലും ലേയിലും ഉള്ള യൂണിറ്റിലെ സിവിലിയൻസ്, ലേബറേഴ്സ്, അവർക്ക് ഇതിന് വരാൻ ഒരിക്കലും ഒരു ചാൻസ് കിട്ടത്തില്ല, അവരെ വിളിക്കണം. അപ്പോഴത്തെ ആദ്യമേ പറഞ്ഞാൽ അതിൻ്റെ ഇതിലില്ല, ഇത് പൊട്ടാള. ഞാൻ പറഞ്ഞ ഇല്ലില്ല, ഈ ഫീൽഡിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ആരാലും കേൾക്കാതെയും കാണാതെ ഈ ജോലി ചെയ്യുന്ന ഈ മനുഷ്യർക്ക് താഴെ വരാൻ ഒരു ചാൻസ് കൊടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്. അന്നേരം അതിന് സാങ്ഷൻ വേണം. നമ്മൾ അപ്ലൈ ചെയ്യാം, സർക്കാരിൻ്റെ സാങ്ഷനല്ലേ, നമ്മൾ ചോദിച്ച് പറഞ്ഞാൽ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ 50 പറഞ്ഞു. അവസാനം അവിടുത്തെ 2 യൂണിറ്റിൽ നിന്ന് സിവിലിയൻസിന് 30 പേരെ വിളിക്കാനുള്ള അപ്രൂവൽ ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് കിട്ടി. ഇതോർത്തോണം, ലേയിലെ സാധാരണ മനുഷ്യരാണ്, ലേബറേഴ്സാണ്. അവർ ട്രെയിൻ കണ്ടിട്ടില്ല, അവർ പ്ലെയിൻ കണ്ടിട്ടുണ്ട്, കയറി കാണത്തില്ല. അവർ ബോട്ട് കണ്ടിട്ടില്ല, കാരണം അവിടെ ബോട്ടുള്ള ഇതില്ലല്ലോ. ചുമ്മാ അതൊരു കൊച്ചു ലേക്കുണ്ട്, അതിലൊരു പെഡൽ ബോട്ടുണ്ട്, അല്ലാതെ വലിയ ബോട്ടൊന്നും കണ്ടിട്ടില്ല. അവർ പുറം ലോകം കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു 15 പേര് എൻ്റെ യൂണിറ്റിൽ നിന്നും 15 പേര് അവരുടെ യൂണിറ്റിൽ നിന്നും. ഞാൻ പറഞ്ഞു ലഡാക്കിലെ ആൾക്കാർ വേണം, പുറത്തുനിന്ന് വന്നവരല്ല, ലഡാക്കികൾ മാത്രം. അപ്പം ഞാൻ പറഞ്ഞു ആണും പെണ്ണും ഒരുപോലെ വേണം. അന്നേരം പിന്നെ പ്രശ്നമായി, 32 അതായത് 8 ആണും 8 പെണ്ണും ഒരു യൂണിറ്റിൽ നിന്ന്, 8 ആണും 8 പെണ്ണും മറ്റേ യൂണിറ്റിൽ നിന്നും. ഈ 16 പേര് ഓരോ യൂണിറ്റിൽ നിന്ന് 32 പേര് ലഡാക്കികൾ. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എയർഫോഴ്സ് പ്ലെയിനിൽ കയറി ലഡാക്കിൽ നിന്ന് ചണ്ഡീഗഡിൽ വന്നു. അവരെ അവിടുന്ന് എൻ്റെ ഒരു പട്ടാളക്കാരൻ ട്രെയിനിൽ കയറ്റി ചണ്ഡീഗഡിൽ നിന്ന് ഡൽഹി കൊണ്ടുവന്നു, ഡൽഹിയിൽ നിന്ന് സെക്കൻഡറാബാദിൽ കൊണ്ടുവന്നു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നത്. വന്നു, ഞാനാണ് അതേപ്പോൾ റിസീവ് ചെയ്തത്. എൻ്റെ യൂണിറ്റിൽ നിന്ന് വന്നതല്ലേ, വന്നു ലഡാക്കികളുടെ ഡ്രസ്സൊക്കെ ഇട്ട്, തണുപ്പത്തുനിന്ന് വരുന്നവരാണ് അവർ, വലിയ ഇതൊക്കെ വന്ന് ഇവിടെ വന്ന് അവർക്ക് സ്പെഷ്യൽ സ്ഥലമൊക്കെ ഒരുക്കി, അവർക്ക് പ്രത്യേകം ഫുഡൊക്കെ കൊടുത്തു. ഈ റീയൂണിയൻ കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ രാമോജി ഫിലിം സെറ്റ് കാണിക്കാൻ അവിടെ എല്ലാം കറക്കി, അതെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു. ഈ റീയൂണിയൻ കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പം ആർമി ഓർഡിനൻസ് കോർ സെൻറ്ററിൻ്റെ, ഞാൻ അവിടെ ട്രെയിനിങ് ബറ്റാലിയൻ കമാൻഡറായിരുന്നു, അവിടെ തന്നെ ആ ഫുൾ സെൻറ്ററിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് എന്നെ നിയോഗിച്ചു. ഡെപ്യൂട്ടി കമാൻഡൻ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ തലപ്പത്തുള്ളത് ഒരു ബ്രിഗേഡറാണ്, അദ്ദേഹമാണ് കമാൻഡൻറ്റ് അല്ലെങ്കിൽ കമഡാൻഡ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി കമഡാൻറ്റ്. അപ്പോൾ ഈ ഡെപ്യൂട്ടി കമാൻഡൻ്റെ കീഴിലാണ് ഫുൾ എല്ലാ ബറ്റാലിയനും, അതായത് 2 ട്രെയിനിങ് ബറ്റാലിയനും ഒരു അഡ്മിനിസ്ട്രേഷൻ ബറ്റാലിയനും ഉണ്ട്. ഇതെല്ലാം വരുന്നത് ഡെപ്യൂട്ടിയുടെ കീഴിലാണ്. അപ്പം ഈ ഡെപ്യൂട്ടിയാണ് അവിടുത്തെ ഇതെല്ലാം ഓടിക്കുന്നത്, കമഡാൻറ്റ് എൻ്റെ മേളിലാണ്. എല്ലാ ഫയലും വരുന്നത് ഈ ഓഫീസിൽ കൂടാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പട്ടാളക്കാരുടെയും പ്രൊമോഷൻ തീരുമാനിക്കുന്നത് എൻ്റെ കൈകളിലൂടെയാണ്. അപ്പോൾ വളരെ പവർഫുൾ അപ്പോയിൻമെൻറ്റ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കുമ്പോൾ സന്തോഷമുണ്ട്. ഈ സമയത്താണ് ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു ട്രിവാൻഡ്രത്ത് നിന്ന്. വിളിച്ച ആളുടെ പേര് ലഫ്റ്റനൻറ്റ് കേണൽ രാജേഷ് നായർ എന്നാണ്. അദ്ദേഹം അന്ന് കഴക്കൂട്ടത്തെ സൈനിക സ്കൂളിൻ്റെ രജിസ്ട്രാറാണ്. അതൊരു വോളണ്ടറി പോസ്റ്റിംഗ് ആയിട്ട് പുള്ളി പോയതാണ് സ്കൂളിന് വേണ്ടി. അദ്ദേഹവും ഈ സ്കൂളിൽ പഠിച്ച ആളാണ്. എൻ്റെ ജൂനിയറായിട്ട് സൈനിക സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് ഈ കേണൽ രാജേഷ് നായർ. അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. അപ്പോൾ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം പേരിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോൾ സാറെന്ന് വിളിക്കത്തില്ല, അദ്ദേഹം ഇപ്പോഴും എന്നെ പേരാണ് വിളിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ തരകൻ, എനിക്കൊരു ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഞാൻ എന്തോ പറ്റി? നാളെ രാവിലെ ഇവിടുന്ന് ഒരു 90 സ്റ്റുഡൻസും 4-5 ടീച്ചേഴ്സും കൂടെ ഹൈദരാബാദിന് വരികയാണ്. അവർക്ക് ഞാൻ ആരോട്ടോട് പറഞ്ഞിരുന്നു, ഈ താമസിക്കാനും ഒക്കെ സ്ഥലത്തിന് വേണ്ടി ഇപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ അവർക്ക് പോകാൻ വേണ്ടി ഒരു റെയിൽവേ കോച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് മറ്റന്നാൾ രാവിലെ പ്ലേസ് ആകും, അത് മറ്റന്നാൾ ഇവിടെ തിരിക്കാൻ പോവുക.
എനിക്കെന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ, എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെന്നു. ഞാൻ പറഞ്ഞു, നീ വിളിച്ച ആളെ എനിക്കറിയാം, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ. അപ്പം ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു, മിലിറ്ററി ലൈനിൽ വിളിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ ചെയ്യാമെന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ നോക്കാമെന്നേ പറഞ്ഞുള്ളൂ, ഞാൻ അതിന് ഷുവറായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പ്രശ്നമാകുമെന്ന്. അപ്പം ഞാൻ തിരിച്ച് രാജേഷിനെ വിളിച്ചു. രാജേഷ്, നിങ്ങൾ തമ്മിലുള്ള സംസാരം എനിക്കറിയാൻ വയ്യ, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രാജേഷോട് ഞാൻ ഇനി എന്തോ ചെയ്യാനാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് വിഷമിക്കണ്ട, എത്ര പേരുണ്ട്? എനിക്ക് 90 പരം പിള്ളേരുണ്ട്, പിന്നെ ഈ ടീച്ചേഴ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു, രാജേഷ്, ഇവരുടെ കാര്യം നീ എൻ്റെ മേൽ വിട്ടേരെ, അവർക്ക് ഫുഡിനുള്ളൊരു അലവൻസ് ഉണ്ട്, അത് നീ എനിക്ക് തന്നാൽ മതി. ഇപ്പോൾ ഞാൻ അവർ എവിടെ ഫുഡ് കഴിക്കുന്നത് കൊടുത്താൽ മതി, ബാക്കി എല്ലാ ചിലവും ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അതെന്താ? ഞാൻ, രാജേഷ്, ഞാനെന്ന വ്യക്തി ഞാനായത് ഈ സ്കൂളിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ സ്കൂളിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ്. സോ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ അവരെ കയറ്റി വിട്ടാലും പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പം സൈനിക് സ്കൂൾ കഴക്കൂട്ടത്തിൽ നിന്നുള്ള ആ സ്റ്റുഡൻസും സാറുമാരും കൂടെ ഒരു കോച്ചിൽ കയറി ശബരി എക്സ്പ്രസിൻ്റെ കൂടെ അറ്റാച്ചായി അവർ സെക്കൻഡറാബാദിന് തിരിച്ചു. അപ്പോഴത്തേക്കും ഇവിടെ സാങ്ഷൻ വാങ്ങിക്കണം, എല്ലാം വാങ്ങിച്ചു, വേണ്ടുന്ന അപ്രൂവലൊക്കെ എല്ലാം വാങ്ങിച്ചു, ഒരു ഓർഡറൊക്കെ ഉണ്ടാക്കിച്ചു, ഒരു ഫുൾ ബാരക്ക് ഞങ്ങൾ കാലിയാക്കിച്ചു, അവിടുത്തെ ബെഡെല്ലാം ഞങ്ങൾ പെട്ടെന്ന് വൃത്തിയാക്കിച്ചു, പെയിൻ്റ് അടിപ്പിച്ചു. ഇതെല്ലാം നടക്കുന്ന 2-3 ദിവസം കൊണ്ടാണെന്ന് ഓർത്തോണം. ഭിത്തിയെല്ലാം രണ്ടാമത് വൈറ്റ് വാഷ് ചെയ്തു, ബെഡ്ഷീറ്റ് വാങ്ങിച്ചു, എല്ലാം ഇട്ട് തയ്യാറാക്കി. എൻ്റെ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേർ ഈ ബാരക്കിൽ 2 ബാരക്കിൽ ഡോമട്രി പോലിട്ട് സാറുമാർക്ക് ക്വാർട്ടേഴ്സ് പ്രത്യേകം കാലിയാക്കിച്ചു, അതിലാക്കി. അവർ എൻ്റെ കൂടെ 6 ദിവസം ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ വളരെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. എന്നെ ഞാനാക്കി വളർത്തിയ സൈനിക് സ്കൂളിന് എനിക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യാനോർത്തത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അധികാരോടും പറഞ്ഞിട്ടില്ല, ഇത് രാജേഷിനറിയാം, എനിക്കറിയാം, ഇപ്പം ഈ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മൾ വന്ന വഴികൾ മറക്കാതെ നമ്മളാക്കി തീർന്ന കുറച്ച് സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേരായിരിക്കാം, അവരോട് കൃതാർത്ഥത കാണിക്കാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ചാൻസ് ഒരിക്കലും കളയരുത് എന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഡെപ്യൂട്ടി കമാൻഡൻ്റായിട്ട് കുറച്ച് സമയമായി, 2007 അപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത മകൾ അന്നേരം ഡൽഹിയിൽ ഹോസ്റ്റലിലാണ്, അവൾ പഠിത്തം തീരാറായി. ഏപ്രിൽ 15 എൻ്റെ ഇളയ മകളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ഏപ്രിൽ 11-12 ആയപ്പോഴത്തേക്ക് എൻ്റെ ഇളയ മകളും എൻ്റെ ഭാര്യയും കൂടി ട്രിവാൻഡ്രത്ത് ഈ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി പോയി. അപ്പോൾ 15-ാം തീയതി ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ അല്ല എൻ്റെ മകളുടെ, ഒന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ പള്ളിയിൽ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്തു. അപ്പോൾ അച്ഛൻ ബാച്ചിലറാണ്, കല്യാണം കഴിക്കാത്ത അച്ഛനാണ്. വീട്ടിൽ വന്നാൽ ഞാൻ വണ്ടി അയച്ചു തരാം, വീട്ടിൽ വന്നാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് കൂടാം, പിന്നെ കഴിക്കാം, എനിക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല സാറ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. എന്നെ പള്ളിയിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ പോയി അച്ഛൻ്റെ കൂടെ ആഹാരമൊക്കെ കഴിച്ചു. അപ്പം എനിക്ക് തോന്നി അച്ഛന് അസുഖമാണെന്ന്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, അച്ഛന് അസുഖമാണെന്ന് തോന്നുന്നില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അച്ഛന് ഹാർട്ട് അറ്റാക്കായി, നെഞ്ചുവേദന വന്നു. അറ്റാക്കായില്ല, നെഞ്ചുവേദന വന്നു. പോയി സ്കാൻ ചെയ്തു, അദ്ദേഹത്തിന് ബൈപ്പാസിൻ്റെ ആവശ്യം വന്നു. ഇതെല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പം വിശ്രമിക്കാൻ സ്ഥലമില്ല, നോക്കാൻ ആരുമില്ല. ഞാൻ അച്ഛനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു, എൻ്റെ കൂടെ താമസിക്കുകയാണ്. വന്നതിൻ്റെ അന്ന് രാത്രി ഞങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു ഫോൺ വന്നു ഡൽഹിയിൽ നിന്ന്. എൻ്റെ മകൾ അവിടെ പഠിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന എന്നെ ഒത്തിരി ജൂനിയർ ഒരു ക്യാപ്റ്റൻ ശബരിനാഥ്, ഒരു മലയാളിയാണ് എന്നെ ഫോൺ വിളിക്കുന്നത്. അപ്പം എൻ്റെ മൂത്ത മകളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുക, ഫൈനൽ എക്സാം ഡിഗ്രിയുടെ. എന്നെ
ഫോൺ വിളിച്ചു. അപ്പം ഒരിക്കലും ഫോൺ വിളിക്കാത്ത ആളെ ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ടെൻഷനാണല്ലോ. ഞാൻ ഫോൺ എടുത്തു. ശബരി എന്ന് പറഞ്ഞു, സർ വഴക്ക് പറയല്ല, സാറിൻ്റെ മോളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം പിതാവല്ല, അപ്പം പെട്ടെന്ന് എന്തോ പറ്റിയെന്ന് ചോദിച്ചു. സാർ ടെൻഷനൊന്നും വേണ്ട, അവർക്ക് നല്ല സുഖമില്ല, ഞങ്ങളിപ്പം ഹോസ്പിറ്റലിലാണ്. ഞാൻ പറഞ്ഞു അതെന്താ പറ്റി? അത് സർ ഞങ്ങൾ ഇന്ന് ഇപ്പം ഈ ശബരിയും ഭാര്യയും കൂടെ എൻ്റെ മകളെ കാണാൻ വേണ്ടി ഇത് എങ്ങനെയാണ് നടക്കുന്നത് അറിയാൻ വയ്യ. ഇത് ദൈവഹിതമാണോ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ക്യാപ്റ്റൻ ശബരിയും ഭാര്യയും കൂടെ എൻ്റെ മകളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ ചെന്നു. അപ്പോൾ ഹോസ്റ്റലിൽ ചെന്നപ്പം വാർഡൻ മെസ്സേജ് അയച്ചു, 5 മിനിറ്റായി 10 മിനിറ്റായിട്ടും എൻ്റെ മകൾ വരുന്നില്ല. അവസാനം ഈ ക്യാപ്റ്റൻ ശബരിയുടെ ഭാര്യയും അവിടുത്തെ ഒരു ആയയും കൂടെ റൂമിൽ ചെന്നപ്പം എൻ്റെ മോൾ വയ്യാതെ കിടക്കുക, ഫുഡ് പോയ്സണിങ് ആയതാണ്. പിന്നെ ഈ ശബരി എൻ്റെ മോളെ എടുത്ത് നേരെ മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി ചെന്നു, ഡ്രിപ്പൊക്കെ ഇട്ട് അവിടെ നിന്നാണ് രാത്രി എന്നെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശബരി എങ്ങനെയുണ്ട്? ഇതിപ്പോൾ സ്റ്റേബിളായി, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭയങ്കര വീക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശബരി അവൾക്ക് നാളെ എക്സാം ഉണ്ടല്ലോ, എക്സാം ഒരു കാരണവശാലും മിസ്സാകാൻ പാടില്ല. അവളെ എടുത്തുകൊണ്ട് പോയാലും ശരി, അവൾ പോയി എക്സാം എഴുതണം. സർ ഞാൻ പറഞ്ഞു, ശബരി ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നീ ഇപ്പം എന്തായാലും എനിക്ക് പകരം അവളുടെ അച്ഛൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അവളെ ഇപ്പം ഡിസ്ചാർജ് ചെയ്യും, ഡ്രിപ്പെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം. എന്നിട്ട് നാളെ അവളെ എക്സാമിന് കൊണ്ടുപോകണം. അവൾ എക്സാം എഴുതണം. തോക്കുന്നതോ ജയിക്കുന്നതോ പ്രശ്നമില്ല, എനിക്ക് അവൾ എക്സാം എഴുതണം. പിറ്റേന്ന് രാവിലെ ഈ ശബരിയും ഭാര്യയും കൂടെ എൻ്റെ ലീവെടുത്ത് എൻ്റെ മകളെ ഒരു വണ്ടിയിലിരുത്തി ഈ തൈരും പഞ്ചസാരയൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ റിവൈവ് ചെയ്ത് അവളെ എക്സാമിന് കൊണ്ടുവരുന്നത്. ഈ പാവം 2 മനുഷ്യരും എക്സാം ഹോളിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ ലസ്സിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്കിനെ കൊടുക്കും. എൻ്റെ മകൾ അങ്ങനെയാണ് എക്സാം എഴുതിയത്. ഞാനീ പറഞ്ഞത് പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസമോ അല്ല. നമ്മൾ എവിടെങ്കിലും ആർക്കെങ്കിലും മനസ്സ് അറിഞ്ഞ് അവർ ചോദിക്കാതെ നമ്മൾ സഹായിക്കുകയോ അവർക്കൊരാവശ്യത്തിൽ നമ്മൾ ഉതകുകയോ ചെയ്താൽ, പ്രകൃതിയുടെ വേറൊരു നിയമമാണത്. നമുക്കൊരാവശ്യം വരുമ്പം നമ്മൾ വിളിക്കാതെ, നമ്മൾ ചോദിക്കാതെ ആൾക്കാർ വരും. അന്ന് വൈകുന്നേരം എൻ്റെ മകളെ രക്ഷിക്കാൻ ഈ ശബരിയും ഭാര്യയും, ക്യാപ്റ്റൻ ശബരിയും ഭാര്യയും പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് 1 വർഷം നഷ്ടപ്പെട്ടേനെ. ജീവൻ കിട്ടിയാലും, ഒരു പക്ഷേ ജീവൻ രക്ഷിച്ചു എന്ന് വെച്ചു, പക്ഷേ എന്നാലും 1 വർഷം നഷ്ടപ്പെട്ടേനെ. ഇന്നെൻ്റെ ആ മകൾ അത് കഴിഞ്ഞ് അവൾ MBA ചെയ്തു, MBA കഴിഞ്ഞ് CS ചെയ്തു, CS കഴിഞ്ഞ് ലോ ചെയ്തു. ഇന്ന് ബോഷ് ഇന്ത്യയിലെ ലീഗൽ കൗൺസിലാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എക്സാം കഴിഞ്ഞ എൻ്റെ ഭാര്യയും മകളും തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ല സുഖമൊന്നുമില്ല, കാരണം അവിടെ നിൽക്കുന്ന 2 ഹോം നേഴ്സും വേണ്ടതുപോലെ അവരെ നോക്കുന്നില്ല. ഇത് കേട്ടപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അപ്പോഴത്തേക്ക് അടുത്ത പരിപാടി തുടങ്ങി ഇവിടെ സെക്കൻഡറാബാദിൽ വേൾഡ് മിലിറ്ററി ഗെയിംസ്. ലോകത്തുള്ള മിലിറ്ററിയുടെ ടീംസ് വരികയാണ് സെക്കൻഡറാബാദിൽ. അപ്പം അതിലെ ഏറ്റവും ചെറിയ റോളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു റിസർവ് സ്റ്റേഡിയം ഉണ്ടാക്കണം. അതായത് ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് നടക്കുന്നത് റിസർവ് സ്റ്റേഡിയമായിട്ടാണ് ഞങ്ങളുടെ ഒരു സ്റ്റേഡിയം നടക്കേണ്ടത്. ഈ മിലിറ്ററി ടു മിലിറ്ററി ഒരു റിലേഷൻഷിപ്പ് വരാനും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, അവർ തമ്മിലുള്ള സൗഹാർദ്ദം വളർത്തുവാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് മിലിറ്ററി വേൾഡ് ഗെയിംസ്. അതായത് ചിലപ്പം വേൾഡ് മിലിറ്ററി ഗെയിംസ് എന്ന് പറയും, ചിലപ്പോൾ മിലിറ്ററി വേൾഡ് ഗെയിംസ് എന്ന് പറയും. അതിനകത്ത് ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ടീംസ് വന്ന് ഒരുമിച്ച്, അത് ഫുട്ബോളുണ്ട്, ബാസ്കറ്റ്ബോളുണ്ട്, ഹോക്കി ഉണ്ട്, അങ്ങനെ പല പല ടൂർണമെൻറ്റ്സ് വെച്ചിട്ടാണ്, ഹാൻഡ്ബോളുണ്ട്, ഒരു ടൂർണമെൻറ്റ് പോലെയാണ്. അത് 2007
നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ വെന്യൂ ആയിട്ട് തിരഞ്ഞെടുത്തത് സെക്കൻഡറാബാദും ഹൈദരാബാദുമാണ്. അപ്പം സെക്കൻഡറാബാദിൽ എൻ്റെ സെൻറ്ററുണ്ട്, EMEയുടെ സെൻറ്ററുണ്ട്. EME ഞങ്ങൾ തന്നെ ഇലക്ട്രോണിക് ആൻഡ് മിലിറ്ററി എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്യുപ്മെൻറ്റ്സൊക്കെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഒരു സെൻറ്ററുണ്ട്. അതിന് ആർട്ടിലറിയുടെ ഒരു സെൻറ്ററുണ്ട്. ഈ ആർമിയുടെ തന്നെ പല 3 വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിങ് സെൻറ്റർ സെക്കൻഡറാബാദിലും ഹൈദരാബാദിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ള വേണ്ടുന്ന കാര്യങ്ങളുണ്ട് അവരെയൊക്കെ നിർത്താൻ വേണ്ടി, താമസിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ടൂർണമെൻറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ സെൻറ്ററിന് റിസർവായിട്ടാണ് വെച്ചേക്കുന്നത്, അതായത് മെയിനായിട്ടൊന്നുമില്ല, ഒരു ഗ്രൗണ്ട് മാത്രം തയ്യാറാക്കണം. അതും ഈ റിസർവായിട്ട് ഈ അവർക്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി, ഈ റിഹേഴ്സലിന് വേണ്ടി ഫുട്ബോൾ ടീമിന് ഒരു ഇത് തയ്യാറാക്കണം. മിലിറ്ററി വേൾഡ് ഗെയിംസിൻ്റെ തയ്യാറെടുപ്പുകൾ വളരെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നടക്കുകയാണ് സെക്കൻഡറാബാദിൽ. അപ്പോഴത്തേക്ക് എൻ്റെ മകൾക്ക് അഡ്മിഷനായി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത്. അപ്പം ഇവിടെ മിലിറ്ററി വേൾഡ് ഗെയിംസിൻ്റെ തയ്യാറെടുപ്പുകൾ ഭയങ്കരമായിട്ട് നടക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടെ വരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ മകളുടെ പഠിത്തത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു എന്തെങ്കിലും ചെയ്യുന്നത്, ഞാനിവിടെ വരുന്നെന്ന് പറഞ്ഞ് ഡാഡിയും മമ്മിയും കാണാമല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഞാനും പോയി. എൻ്റെ മകളെ കൊണ്ട് ഹോസ്റ്റലിലാക്കി ഞങ്ങൾ തിരിച്ച് വന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ ഫാദറിനെയും മദറിനെയും അവിടെ നിർത്തിയാൽ അവരുടെ കണ്ടീഷൻ വളരെ മോശമാകുമെന്ന്. ഞാൻ ഡിസൈഡ് ചെയ്തു അവരെ എൻ്റെ അരികെ കൊണ്ടുവരാമെന്ന്. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു അവിടെ ഇത് നടക്കുന്ന അത് കഴിഞ്ഞിട്ട് പോരെ, ഇതിൻ്റെ ഇപ്പം ഓഗസ്റ്റ് അവസാനം ആകുമ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാം തീരും. ഞാൻ പറഞ്ഞു ഇല്ല, ഡാഡിയും മമ്മിയും എത്രയും പെട്ടെന്ന് വരികയാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. അപ്പം ഞാൻ എൻ്റെ അനുജനോട് പറഞ്ഞു നീ പാക്കപ്പ് ചെയ്യുക. അവനും എൻ്റെ ഡാഡിയും മമ്മിയും അറേഞ്ച് ചെയ്തിട്ടൊരു ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്ത് കൊല്ലം കുണ്ട്രം നിന്നും അവർ ട്രിവാൻഡ്രത്തേക്ക് ആംബുലൻസിൽ പോയി. ഞങ്ങൾ 2 ദിവസം മുമ്പേ ഇവിടെ വന്നു. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് അവർ ട്രിവാൻഡ്രത്ത് നിന്നും ഹൈദരാബാദിന് ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റിൽ വെച്ച് എൻ്റെ ഫാദറിന് ഒരു ചെറിയ സ്ട്രോക്ക് ഉണ്ടായി. അതാരും അറിഞ്ഞില്ല. എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ലാൻഡ് ചെയ്തു. എനിക്ക് തോന്നി എന്തോ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടെന്ന്. പുള്ളിക്കാരൻ്റെ സൈഡ് ഇങ്ങനൊരു ശകലം ഒന്ന് മാറിയതുപോലെ. അപ്പം ഞാൻ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒരു സ്ട്രോക്ക് വന്നതാണ്, ഇനി നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഫാദറിന് ഡയബറ്റീസ് ഉണ്ട്, പ്രഷറുണ്ട്, പിന്നെ അതിൻ്റെ ഒത്തിരി നാളായിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് 80 കഴിഞ്ഞു എൻ്റെ ഫാദറിന്. ഇവിടെ മിലിറ്ററി വേൾഡ് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ഒറിജിനൽ സ്റ്റേഡിയം തയ്യാറാകേണ്ട സ്റ്റേഡിയം തയ്യാറായില്ല. അവിടെ എന്തോ സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ടായി. കോൺട്രാക്ടർ ചെയ്തതുപോലെ ചെയ്തില്ല. ആ വെന്യൂ അവർ വേണ്ടാന്ന് വെച്ചു. അപ്പോഴത്തേക്ക് ഈ റിസർവ് വെന്യൂ മെയിൻ ഇതായി. അപ്പോഴത്തേക്ക് ആർമി കമാൻഡർ വരുന്നു, ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് വരുന്നു, ആൾക്കാർ ഇതാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഇത് ഞാൻ ചെയ്തു തരാം. അങ്ങനെ റിസർവ് വെന്യൂവിൽ നിന്ന് ഞങ്ങളുടെ വെന്യൂ മെയിൻ വെന്യൂ ആയി. അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പണിയുടെ എൻ്റെ സ്കോപ്പ് അങ്ങ് മാറി. ഫുൾ ടൈം ഞാൻ അതിൽ ബിസിയായി. ഫുട്ബോളിൻ്റെ എല്ലാ മാച്ചും അല്ലെങ്കിൽ പ്രാക്ടീസിനുള്ള ഗ്രൗണ്ടായിരുന്ന ഈ ഗ്രൗണ്ട് ഫുട്ബോൾ ടൂർണമെൻറ്റ് എല്ലാ മാച്ചും ആദ്യം മുതൽ അവസാനം വരെ എല്ലാ മാച്ചും ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത്. വളരെ സക്സസ്ഫുള്ളായിട്ട് നടന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് വെച്ചപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പോവും, എൻ്റെ ഫാദറിനെ നോക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിത് വർത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു ഡാഡി എന്താ മുഖമൊക്കെ വല്ലാതാക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ഡാഡിയോട് നോക്കി എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ രാവിലെ എഴുന്നേക്കും, 3-3:30 ആകുമ്പോൾ എഴുന്നേക്കും. 4 മണിയാകുമ്പം എൻ്റെ ഈ ഫയലെല്ലാം എൻ്റെ വീട്ടിൽ വരും. അപ്പം ഞാൻ മാക്സിമം ഫയൽ ക്ലിയർ ചെയ്യുന്നത് ഈ 4 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ഫയൽ കൂടിയാൽ
എനിക്കത് കുറച്ചുകൂടി നേരത്തെ ആകും, 3 മണിക്ക് എണീക്കും. പക്ഷേ എല്ലാ ഫയലും ക്ലിയർ ചെയ്തിട്ട് ഞാൻ 6 മണിയാകുമ്പോൾ ക്ലിയർ ആക്കും. അതൊരു ചിട്ടയാണ്. എൻ്റെ ഒരു ഫയലും പെൻഡിങ് വെക്കത്തില്ല ഞാൻ. അപ്പം ഞാൻ രാവിലെ എണ്ണിച്ചു, ഫയലൊക്കെ നോക്കി, ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കാൻ നോക്കി. ഞാൻ എൻ്റെ ഡാഡിയുടെ ബെഡിനടുത്ത് നിന്നപ്പം ഡാഡി ഇങ്ങനെ കിടക്കുക. എനിക്ക് വലിയ ബോധമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ നോക്കിയപ്പോൾ ബെഡൊക്കെ നിറഞ്ഞു കിടക്കുക. എനിക്ക് മനസ്സിലായി എൻ്റെ ഫാദർ അറിയാതെ മൂത്രം പോയതാണ്. അപ്പം ഞാൻ വിളിച്ചു ഡാഡി. അപ്പം ഡാഡി കണ്ണു തുറന്നു. ഒരു ആകെക്കൂടി ഒരു ലോസ്റ്റായിട്ട് പുള്ളിക്കാരനൊരു കാല ബോധങ്ങളില്ലാതെ തന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഡാഡി കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. എന്തോ പറ്റി? ഞാൻ പറഞ്ഞില്ല. പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി മൂത്രം പോയതാണ്. ഡാഡിക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വന്നു. എനിക്ക് പറഞ്ഞു മോനെ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു ക്ഷമിക്കുന്നത് എന്തിനാ? അത് ക്ഷമിക്കാൻ എന്താ ഉള്ളത്? മൂത്രം പോയി അതായത് ക്ഷമിക്കാനോ പ്രയാസപ്പെടുന്നത്? ഞാൻ ഡാഡിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബസർ ചെയ്തിട്ട് എൻ്റെ എൻ്റെ ഓർഡറിലെ വിളിച്ച് പറഞ്ഞ് ഈ ഇത് മാട്രസ് അങ്ങ് മാറ്റാൻ പറഞ്ഞു. ഞങ്ങളുടെ മുറിയിൽ നിന്ന് മാട്രസ് കൊണ്ടിട്ടു, പുതിയ ഷീറ്റ് ഇട്ടു, എൻ്റെ ഫാദറിനെ കിടത്തി. അപ്പം എൻ്റെ അച്ഛന് ഭയങ്കര വിഷമം. അപ്പം എന്നോട് പറഞ്ഞു മോനെ എന്നെ അങ്ങ് തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാമോ? ഞാൻ പറഞ്ഞു എന്താ പറ്റി ഡാഡി? ഇല്ല, ഞാൻ ഇവിടെ കിടന്നാൽ നിങ്ങൾക്കൊരു പ്രയാസമാകും, നിങ്ങൾക്കൊരു ബാധ്യതയാകും. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞ്? അങ്ങനെ പറയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ ഡാഡി എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ജീവപാഠങ്ങളുടെ ഗുരുവാണ്. എൻ്റെ ജീവിതം പഠിപ്പിച്ചത് എൻ്റെ അപ്പനാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എവിടെയെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മരുഭൂമി, രാജസ്ഥാൻ മരുഭൂമിയുടെ അകത്ത് കയറി അവരുടെ ഫോർട്ട് അബ്ബാസ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് കയറി പിടിച്ച് അടക്കി അതിനെ നമ്മൾ ക്യാപ്ചർ ചെയ്താൽ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഇറങ്ങും. പിന്നെ നമുക്ക് അതാണ് ഈ ഏരിയ മൊത്തം ക്യാപ്ചർ ചെയ്യാനുള്ളതാണ്.